തലസ്ഥാനത്ത് LDF സ്ഥാനാർത്ഥിയുടെ ഗുരുതര തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. തൃക്കണ്ണാപുരത്തെ LDF സ്ഥാനാർത്ഥി അജിൻ തിരുമലയാണ് ചട്ടലംഘനം നടത്തിയത്. വോട്ടെടുപ്പ് ദിവസം ഓൺലൈൻ മാധ്യമത്തിന്റെ വീഡിയോ എക്സിറ്റ് പോളുകൾ എന്ന പേരിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേർന്നു. പ്രജിത്ത്, ഇതേ സ്ഥാനാർത്ഥി തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ വഴിയിൽ തടഞ്ഞു നിർത്തി മോശമായി സംസാരിച്ചുവെന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്? എന്തായിരുന്നു ചട്ടലംഘനം? എക്സിറ്റ് പോളുകൾ എന്നുള്ളത് തിരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞ് മാത്രമായിരിക്കണം സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കേണ്ടത്. നമുക്കറിയാം, രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് പതിവ്. ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 272 വകുപ്പ് 126A വകുപ്പ് പ്രകാരമാണ് എക്സിറ്റ് പോളുകളുടെ നിയന്ത്രണം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എക്സിറ്റ് പോളുകൾ നടക്കാൻ കഴിയില്ല, വോട്ടിംഗ് പീരീഡിന്റെ സമയത്ത്. അതോടൊപ്പം തന്നെ ഈ റിസൾട്ട് അത്തരം എക്സിറ്റ് പോളുകളുടെ റിസൾട്ടുകളും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ചട്ടം. എന്നിരിക്കെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ എക്സിറ്റ് പോൾ, തങ്ങൾ തൃക്കണ്ണാപുരം വാർഡിലെ എക്സിറ്റ് പോൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ ഒരു ഓൺലൈൻ മാധ്യമം പുറത്തുവിടുന്നു. ആ ഓൺലൈൻ മാധ്യമത്തിൻ്റെ വീഡിയോ ഇന്നേ ദിവസം തൃക്കണ്ണാപുരം അടക്കം തിരുവനന്തപുരത്തെ സകല വാട്സപ്പ് ഗ്രൂപ്പുകളിലും, പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമൊക്കെ പ്രചരിപ്പിക്കുകയാണ് LDFൻ്റെ CPMൻ്റെ ഒക്കെ പ്രവർത്തകർ. അതിനൊപ്പമാണ് തൃക്കണ്ണാപുരത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അജിൻ തിരുമല കൂടി ചേരുന്നത്. ഈ വീഡിയോ തൃക്കണ്ണാപുരത്തിൻ്റെ അവിടുത്തെ വോട്ടർമാരുടെ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു സ്ഥാനാർത്ഥി തോൽക്കുമെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയപരാജയങ്ങൾ എക്സിറ്റ് പോളുകൾ എന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം പ്രചരിപ്പിക്കുക, അതും ഒരു വീഡിയോ പ്രദർശനം കൂടി നടത്തുന്നു, പലയിടങ്ങളിൽ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ സ്വാഭാവികമായ ലംഘനമാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാൻ കഴിയൂ എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെ അതിനൊരു LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യാതൊരുവിധ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും ഒന്നും യാതൊരുവിധ വിലയും കൽപ്പിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഈ പ്രചാരണം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അജിൻ തിരുമല നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പല ചിത്രങ്ങൾ, മരിച്ചുപോയവരടക്കം ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു രീതിയിലുള്ള വികാരങ്ങൾ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ വരുന്ന രീതിയിലുള്ള പ്രചരണവും ഈ പറയുന്ന ആളുകളൊക്കെ നടത്തുന്നുമുണ്ട്. കൃഷ്ണരാജ്. ശരി, തൃക്കണ്ണാപുരത്തെ LDF സ്ഥാനാർത്ഥി ഗുരുതരമായ ചട്ടലംഘനം കാണിച്ചിരിക്കുന്നു. നവമാധ്യമങ്ങളിലൂടെ എക്സിറ്റ് പോൾ എന്ന പേരിൽ പ്രചാരണം നടത്തുകയായിരുന്നു. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് വ്യക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.